Welcome back to Bosco Campus Vision. This is the 39th lecture of digital marketing. Topic Search Engine Optimization or SEO. നേരത്തെ ലെക്ചേഴ്സിൻ്റെ അകത്ത് അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് SEO എന്താണെന്ന് ബ്രീഫായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം വാട്ട് ഈസ് SEO or search engine optimization? It refers to set of activities that are performed to increase number of desirable visitors who come to your site via search engine. These activities may include things you do to your site itself, such as making changes to your text and HTML code, or formatting text or document to communicate directly to the search engine. അപ്പോൾ എന്താണ് SEO എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റോ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഫോർമേഷൻസ് ആദ്യം ലിസ്റ്റ് ചെയ്യപ്പെടണം. അതിനു വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ അതിന് വേണ്ടുന്ന മാറ്റം എന്ത് ചെയ്യുക, വരുത്തുക. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഏതെങ്കിലും സെർച്ച് എൻജിൻസിൽ കയറിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യുന്നവരായിരിക്കും. ആ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഇൻഫോർമേഷൻസ് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ആദ്യം വന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കാണുകയും ചെയ്യും. ഈ സെർച്ച് എഞ്ചിനുകളിൽ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. ആ രീതിയിലായിരിക്കണം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. സെർച്ച് എഞ്ചിനുകളിൽ റിസൾട്ട് കാണിക്കുന്ന ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഇങ്ങനെ റിസൾട്ടുകൾ ഫസ്റ്റിൽ വരാൻ വേണ്ടി, അതായത് ഈ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിളിലെ തന്നെ പ്രോസസ്സാണെങ്കിൽ ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. അതെന്താണെന്ന് നമ്മളോട് അവർ വെളിപ്പെടുത്തത്തില്ല. കുറേ അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇവരത് ഇൻഫർമേഷൻസ് അത് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻക്രീസ് ഡിസൈറബിൾ വിസിറ്റേഴ്സ് ഹു കം ടു യുവർ സൈറ്റ് വയ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ വഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഈ വിസിറ്റേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. And there are two types of SEO. First one is white hat SEO and second one is black hat SEO or spamdexing. അപ്പോൾ SEO രണ്ട് തരത്തിലുണ്ട്. വൈറ്റ് ഹാറ്റ് SEO എന്നും ബ്ലാക്ക് ഹാറ്റ് SEO എന്നുമാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് വൈറ്റ് ഹാറ്റ് SEO? An SEO technique or method is considered as white hat if it follows the followings. First one, if it conforms to the search engine's guidelines. അതായത് വൈറ്റ് ഹാറ്റ് SEO ആണോ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. പിന്നെന്താണ്, ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ്സ് എനി ഡിസെപ്ഷൻ, അതിൽ നിന്ന് ഒരു വ്യതിയാനവും സംഭവിക്കരുത്. ഇറ്റ് ഇൻഷുവേഴ്സ് ദാറ്റ് ദ കണ്ടൻറ്റ് എ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സസ് ആൻഡ് സബ്സിക്വൻ്റ്ലി റാങ്ക്സ് ഇൻ ദ സെയിം കണ്ടൻറ്റ് എ യൂസർ വിൽ സീ. ഒരു യൂസർ തന്നെ എൻഷുർ ചെയ്യണം സെർച്ച് എഞ്ചിൻ്റെ ഇൻഡെക്സ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻ്റ് ആണോ അല്ലെങ്കിൽ സബ്സിക്വൻ്റ്ലി റാങ്ക് ചെയ്യാൻ പറ്റുന്ന ആ കണ്ടൻറ്റ് തന്നെയാണോ ഉള്ളതെന്നുള്ളത് യൂസർ തന്നെ എൻഷുർ ചെയ്തിരിക്കണം. It ensures that a web page content should have been created for the users and not just for the search engines. അതായത് സെർച്ച് എഞ്ചിൻസിന് വേണ്ടി മാത്രം ഇത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യരുത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എ വെബ് പേജ് കണ്ടൻറ്റ് ഷുഡ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ ദ യൂസേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും അത് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിച്ചായിരിക്കരുത് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ആ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സെർച്ച് എഞ്ചിനെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കരുത്, യൂസേഴ്സിനെ കണ്ടുകൊണ്ട്, അതായത് ആ നമ്മുടെ സൈറ്റിൽ കയറുന്ന ഓരോ വിസിറ്റേഴ്സിനെയും കണ്ടുകൊണ്ടായിരിക്കണം ആ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് എൻഷുവേഴ്സ് ദ ഗുഡ് ക്വാളിറ്റി ഓഫ് ദ വെബ് പേജ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 100% ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ദ യൂസ്ഫുൾ കണ്ടൻറ്റ് അവൈലബിൾ ഓൺ ദ വെബ് പേജ്. ആ വെബ് പേജിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്.
Next one, it allows follow a white hat SEO tactic and don't try to fool your site visitors. Be honest and definitely you will get something more. ഒരിക്കലും നമ്മുടെ വിസിറ്റേഴ്സ് ഫൂൾ ആക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടത്. എപ്പോഴും ഹോണസ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഇൻഫോർമേഷൻസ് വേണം അതിൽ കൊടുക്കാനായിട്ട്. അവർ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ടത്. അതാണ് പറഞ്ഞേക്കുന്നത്. ബി ഹോണസ്റ്റ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് സംതിങ് മോർ. ഇത്രയാണ് ഒരു വൈറ്റ് ഹാറ്റ് SEOയിൽ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബ്ലാക്ക് ഹാറ്റ് SEO or spam indexing. An SEO technique or method is considered as black hat or spam indexing if it follows the following. First one, try to improve rankings that are disapproved of by the search engines and or involve deception. അതായത് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിലെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത്. ആ നെയിമിൽ തന്നെ ഉണ്ട്, ബ്ലാക്ക് എന്നുള്ള ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് കിട്ടും. ഈ ഗൈഡ് ലൈൻസ് ഒന്നും ഫോളോ ചെയ്യാതെ പെട്ടെന്ന് നമ്മുടെ ഇൻഫോർമേഷൻസിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEO യൂസ് ചെയ്യുന്നത്. ചില ഏജൻസീസൊക്കെ അങ്ങനെ ഈ ബ്ലാക്ക് ഹാറ്റ് SEO യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻഫോർമേഷൻസ് ഇടുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ കയറുന്ന വിസിറ്റേഴ്സിനെ റോങ് ഇൻഫോർമേഷൻസിലേക്ക് വഴിതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEO ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഫസ്റ്റ് റാങ്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് ആ വിസിറ്റർ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEO യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, റീഡയറക്റ്റിംഗ് യൂസേഴ്സ് ഫ്രം എ പേജ് ദാറ്റ് ഈസ് ബിൽഡ് ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് മോർ ഹ്യൂമൻ ഫ്രണ്ട്ലി. അതായത് എപ്പോഴും യൂസേഴ്സിനെ റീഡയറക്റ്റ് ചെയ്ത് അവരുടെ പേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEOയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. റീഡയറക്റ്റിംഗ് യൂസേഴ്സ് ടു എ പേജ് ദാറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ പേജ് ദ സെർച്ച് എഞ്ചിൻ റാങ്ക്ഡ്. അതായത് ഈ സെർച്ച് എഞ്ചിൻ റാങ്ക് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസേഴ്സ് എന്ത് ചെയ്തു, വേറൊരു പേജിലേക്ക് അവരെ കൊണ്ടുപോകുന്നു, അവരെ ലിങ്ക് ചെയ്ത് മാറ്റപ്പെടുന്നു. പെട്ടെന്ന് റാങ്ക് ചെയ്യുക എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിസിറ്റേഴ്സിനോട് ഒരു ക്രെഡിബിലിറ്റിയും യൂസ് ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത്. Using hidden or invisible text or with the background color, using a tiny font size or hiding them within the HTML code such as no-frame sections. HTML കോഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹിഡനായിട്ടും ഇൻവിസിബിളായിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. റിപ്പീറ്റിംഗ് കീവേഡ്സ് ഇൻ ദ മെറ്റാ ടാഗ് ആൻഡ് യൂസിങ് കീവേഡ്സ് ദാറ്റ് ആർ അൺറിലേറ്റഡ് ടു ദ സൈറ്റ്സ് കണ്ടൻറ്റ്. ആ സൈറ്റിലെ കണ്ടൻറ്റിന് റിലേറ്റഡ് ആവാത്ത കീവേഡ്സ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കീവേഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുമ്പം എന്തായിരിക്കും, ആ സൈറ്റിലോട്ടായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത കണ്ടൻറ്റുകളായിരിക്കും അതിൽ ഉള്ളത്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കീവേഡ്സ് ആയിരിക്കും ഈ ബ്ലാക്ക് ഹാറ്റ് SEOയ്ക്കകത്ത് കൊടുക്കുന്നത്. അതിനെ പറയുന്ന പേരാ മെറ്റാ ടാഗ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റഡ് പ്ലേസ്മെൻറ്റ് ഓഫ് കീവേഡ്സ് വിത്തിൻ എ പേജ് ടു റൈസ് ദ കീവേഡ് കൗണ്ട്, വെറൈറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ പേജ്. ദിസ് ഈസ് കോൾഡ് കീവേഡ് സ്റ്റഫിംഗ്. കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ, കീവേഡിൻ്റെ കൗണ്ട്, വെറൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി ഓഫ് ദ പേജ് വെച്ചുകൊണ്ടായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് ലോ ക്വാളിറ്റി വെബ് പേജസ് ദാറ്റ് കണ്ടെയ്നിങ് വെരി ലിറ്റിൽ കണ്ടൻറ്റ് ബട്ട് ആർ ഇൻസ്റ്റഡ് സ്റ്റഫ്ഡ് വിത്ത് വെരി സിമിലർ കീവേഡ്സ് ആൻഡ് ഫ്രേസസ്. ദോസ് പേജസ് ആർ കോൾഡ് ഡോവേ ഓർ ഗേറ്റ്വേ പേജസ്. അതായത് ആ വെബ് പേജിൽ നല്ല ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻസ് ഒന്നും കാണാൻ അതിൽ കൊടുത്തേക്കുന്ന കീവേഡ്സിൻ്റെ അല്ലെങ്കിൽ ആ വേർഡ്സും ഫ്രേസസൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഇൻഫർമേഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള കീവേഡ്സ് ആയിരിക്കും അവിടെ SEOയിൽ അവർ കൊടുത്തേക്കുന്നത്. അപ്പം സാധാരണ ഒരു വിസിറ്റർ അതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തതയിലായിരിക്കും അതിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഒരു ഇൻഫർമേഷൻസും അതിൽ കാണത്തില്ല. അപ്പം അതാണ് ഈ ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും വൈറ്റ് ഹാറ്റ് SEOയിൽ മാത്രമേ ഈ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ചില ഏജൻസീസൊക്കെ ഈ ബ്ലാക്ക് ഹാറ്റ് SEO ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും അവർ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ
സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ SEO, that is search engine optimization.